മാർച്ച് മാസം 4-5 തീയതികളിൽ പാല സെൻറ്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ വെച്ച് ഇന്നൊവേഷൻ സമ്മിറ്റ് നടത്തപ്പെടുകയാണ്. നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്ന വിഷയത്തിലാണ്, അതുപോലെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, ഈ വിഷയങ്ങളിലാണ് നമ്മൾ ഒരു പ്രദർശനവും സമ്മിറ്റും നടത്തുക. മാർച്ച് 4-ാം തീയതി ഈ സമ്മിറ്റിനോടനുബന്ധിച്ചുള്ള ഒരു ബിൽഡത്തോൺ കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നുണ്ട്. അസിസ്റ്റീവ് ടെക്നോളജിയിൽ ഉള്ള ഒരു മത്സരമാണിത്. ഒരു നാഷണൽ കോമ്പറ്റീഷൻ. ആ നാഷണൽ കോമ്പറ്റീഷനിൽ അസിസ്റ്റീവ് ടെക്നോളജി പ്രധാന വിഷയമായിട്ട് എടുത്തുകൊണ്ട് സഹായക സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്നുള്ളതാണ് ഈ ബിൽഡത്തോണിൻ്റെ ലക്ഷ്യം. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന ഒരു പ്രോസസ്സിൻ്റെ അവസാനമാണ് ഈ 4-ാം തീയതിയും 5-ാം തീയതിയുമായിട്ട് നടക്കുക. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏകദേശം 45ഓളം ടീമുകൾ ഇതിൽ പങ്കെടുക്കും. ആ ടീമുകൾ ഉണ്ടാക്കുന്ന അസിസ്റ്റീവ് സാങ്കേതിക വിദ്യ അനുസരിച്ചുള്ള ഉപകരണങ്ങളെ വിലയിരുത്തി വിവിധ സമ്മാനങ്ങൾ നൽകും. 1-ാം സമ്മാനം 2 ലക്ഷം രൂപയും, 2-ാം സമ്മാനം 1 ലക്ഷം രൂപയും, 3-ാം സമ്മാനം 50,000 രൂപയുമായിരിക്കും. അതിനപ്പുറം ആദ്യ 10 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് കോളേജിൻ്റെ ഇൻക്യുബേഷൻ സെൻറ്ററിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നതിനും അതൊരു ബിസിനസ്സായിട്ട് വികസിപ്പിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ കോളേജ് ഒരുക്കി കൊടുക്കും. ഈയിടെ കോളേജിൽ ഒരു ഐഡിയ ലാബും അതുപോലെ ഇൻക്യുബേഷൻ സെൻറ്ററും ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ ഐഡിയ ലാബിലൂടെ ഉദ്ദേശിക്കുക, നമ്മുടെ കോളേജുകളിൽ നമ്മളെ സമീപിക്കുന്ന ആളുകളുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് സാധനവും ഈ ഐഡിയ ലാബിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒരു വയബിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു ബിസിനസ്സിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളതാണ് ഇൻക്യുബേഷൻ സെൻറ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ കോളേജിൽ ഒരുക്കി കഴിഞ്ഞു. ഇനി പൊതുസമൂഹത്തിലേക്ക് ഇത് എത്തിക്കണം. പൊതുസമൂഹത്തിൽ നിന്ന് സംരംഭകരായിട്ടുള്ളവർ ഉയർന്നു വരണം. അതിനുവേണ്ടിയാണ് ഈ ഇന്നൊവേഷൻ സമ്മിറ്റ് നമ്മൾ നടത്തുക. ഈ ഇന്നൊവേഷൻ സമ്മിറ്റിൽ 4-ാം തീയതി ഈ ബിൽഡത്തോണിൻ്റെ ഭാഗമായിട്ടുള്ള മത്സരങ്ങൾ നടക്കും. അതിനുശേഷം നമ്മളൊരു പ്രദർശനം നടത്തുന്നുണ്ട്. കൃഷി, ഊർജം, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യകൾ, ആരോഗ്യം, ഈ മേഖലകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പ്രദർശനങ്ങളായിരിക്കും ഉണ്ടാവുക. കാർഷിക പ്രദർശനമുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പര്യാപ്തമായ രീതിയിൽ പുതിയ കാർഷിക വൃത്തിയിലുണ്ടാകുന്ന ഇന്നൊവേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്ന ഒരു അവസരമാണ്. അതുപോലെ തന്നെ റോബോട്ടിക്സ് ഉണ്ട്. AI ഗ്ലാസുകൾ, ഡ്രോണുകൾ എന്നിവയുടെ വിപുലമായ നിര നമ്മൾ ഒരുക്കുന്നുണ്ട്. അതുപോലെ ആധുനിക ആരോഗ്യ മേഖലയിൽ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്ന് മാർസ്ലീവ മെഡിസിറ്റി അവതരിപ്പിക്കുന്ന സ്റ്റാളുകളുണ്ട്. അതിനപ്പുറം എനർജിയെക്കുറിച്ചുള്ള സ്റ്റാളുകൾ ഉണ്ടാവും. ഈയിടെ എനർജി രംഗത്ത് ബാറ്ററി മേഖലയിൽ ഒത്തിരിയേറെ വിപ്ലവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ള ബാറ്ററികളെല്ലാം ഉപയോഗിക്കുന്നു. ഇപ്പം ബാറ്ററി മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പുതിയ നൂതനങ്ങളായ വിപ്ലവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാർച്ച് 4-5 തീയതികളിലാണ് ഈ പ്രദർശനം നടത്തപ്പെടുക. പ്രദർശനത്തിൽ പ്രവേശനം സൗജന്യമായിരിക്കും. 5-ാം തീയതി, മാർച്ച് മാസം 5-ാം തീയതി നമ്മുടെ വിവിധങ്ങളായ ഇടവകളിൽ നിന്നും റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായി. ഇന്നൊവേഷൻ സമ്മിറ്റ് നടക്കും. ആ സെമിനാറിൽ ഒരു ഇടവകയിൽ നിന്ന് 3 പേര് വെച്ച് പങ്കെടുക്കും. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് അന്ന് നടക്കുന്ന എക്സിബിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ മീറ്റിങ്ങിൽ വെച്ചാണ് അഭിമന്യ പിതാവ് ബിൽഡത്തോണിൻ്റെ സമ്മാനങ്ങൾ വിതരണം ചെയ്യുക. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്ക് അഭിമന്യ പിതാവ് അന്ന്
സമ്മാനങ്ങൾ വിതരണം ചെയ്യും. അതിനുശേഷം ഉച്ച കഴിഞ്ഞും പൊതുജനങ്ങൾക്ക് വേണ്ടിയും അവിടെ വരുന്ന എല്ലാവർക്കും വേണ്ടി പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതാണ് 2 ദിവസത്തെ പ്രോഗ്രാമുകൾ. നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് അതിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് മീഡിയയുടെ ഒരു വലിയ സഹകരണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഈ വാർത്തകൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനും നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലൂടെ സമൂഹത്തിന് നേട്ടങ്ങൾ കൊയ്യുവാനായിട്ട് സാഹചര്യം ഒരുക്കുന്നതിനും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.